ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. ആദ്യമായിട്ട് ചിക്കൻ കറി തയ്യാറാക്കുന്നവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ ഏകദേശം 1 കിലോൻ്റെ എടുത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസ് സവാളയാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ചെറിയ തരം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 സ്പൂണോളം ഇഞ്ചി, 1/2 സ്പൂണോളം വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 വലിയ തക്കാളിയാണ്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3 എണ്ണം. ഞാനിവിടെ കുക്കറിലാണ് ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പം കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഏകദേശം സവാള നന്നായി തന്നെ വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഫ്ലെയിം ഫുള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനടുത്തിടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണേ. എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മളിനി കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലെ മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ചിക്കനിൽ തന്നെ ആവശ്യത്തിലുള്ള വെള്ളമുണ്ട്. എന്നാലും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി വേണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം ഒരു 2 വിസിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.